ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് സമൂസ റെഡിയാക്കുന്നത് നോക്കാം. ചിക്കൻ സമൂസയാണ് റെഡിയാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആവശ്യം. പിന്നെ ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റണം. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് നമുക്കത് വഴന്ന് കിട്ടും. അങ്ങനെ പിന്നെ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 1/2 തക്കാളി അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 1/2 തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് നടുവിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു കൊടുക്കാം. 5 അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ആയാലും മതി. ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതിന് ശേഷം നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഒരു 5 ചെറിയ മീഡിയം പീസ് ചിക്കനാണ്. അത് ഷ്രെഡ് ചെയ്ത് അത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് 2 ബാച്ചായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് രണ്ടാമത്തെ ബാച്ചും ഇട്ട് ഇതെല്ലാം മസാലാസൊക്കെ ഈ ഷ്രെഡഡ് ചിക്കനിലേക്ക് കോട്ടായി കിട്ടണം. ആ രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇതൊക്കെ എല്ലാം കുക്കായി കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് 2-3 മിനിറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല വേറൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഇതിപ്പോൾ മാറ്റിയെടുക്കാം. നമുക്ക് 2 ബൗളിലേക്ക് മാറ്റി ഇനി നമുക്കിത് ഫില്ലിങ് നിറച്ച് നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കണം. അങ്ങനെ സ്വിസ്സിൻ്റെ സമൂസ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മടക്കിയാൽ നല്ല കോണായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് മൈദയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ചെറിയൊരു നല്ല തിക്കായിട്ടൊരു ബാറ്റർ, ചെറിയൊരു ടേബിൾ സ്പൂൺ മൈദ, ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ട് ചെയ്തതാണ്. അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, സൈഡിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതേപോലെ കോണാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാ സൈഡും ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ലിങ് നിറയ്ക്കുമ്പം അത് പൊട്ടിപ്പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് 1 ടീസ്പൂൺ വീതം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ അടുത്ത ഫോൾഡിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് ലെയർ ഇങ്ങനെ തിരിച്ച് ഇതേപോലെ ഇങ്ങനെ തിരിച്ച് കോണാക്കി എടുക്കാം. അങ്ങനെ ഇനി ബാക്കി വന്ന വലിയ പോർഷനിൽ നമ്മളൊരു ബ്രഷ് വെച്ചിട്ടാണ് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ലൈറ്റായിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ലൈറ്റായിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഈ ആവുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇനി ഇത് നെക്സ്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇനി ചെറിയൊരു പോർഷനേ ഉള്ളൂ. ഈ ഒരു പോർഷനും ഇതേപോലെ ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ലൊരു കോണായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്.
ഇങ്ങനെ ഓരോന്നായിട്ടിട്ട് ഞാനൊരു 4-5 വീതമാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതിങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് എടുക്കുള്ളൂ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണം, അതാണ് നോർമൽ സമൂസേൻ്റെ ഒരു കളറ്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സമൂസ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് കഴിക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പം